എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. ചിങ്ങക്കുറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളിൽ നോക്കാം. രാശിയധിപനായ സൂര്യൻ മാസം തുടങ്ങുമ്പോൾ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മൂലം ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽപരമായും സാമ്പത്തികപരമായും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ 16-ാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷം അലച്ചിൽ, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇത് അത്ര നല്ല സമയമല്ല. പിതാവിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ധനസ്ഥാനാധിപനായി ബുധൻ മാസം തുടങ്ങുമ്പോൾ ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കും. 19-ാം തീയതി ബുധൻ രാശി മാറിയതിനു ശേഷം ചിലവുകൾ കുറയുന്നതാണ്. അതേസമയം 7-ാം തീയതി മുതൽ ശുക്രൻ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ജോലി, തൊഴിൽ സംബന്ധമായ അലച്ചിലും അധികരിക്കും. 12-ാം തീയതി മുതൽ ചൊവ്വ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് കെട്ടാനോ യോഗമുണ്ടാകും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിയാൽ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ താൽക്കാലികമായി മാറും. ജൂലൈ 25-ാം തീയതി മുതൽ 27-ാം തീയതി ഉച്ചവരെ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറിൽ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കന്നിക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.